പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്യാം എന്ന കണക്കുകൂട്ടലിലാണോ രാഹുലിനെ? അതായത് രാഹുലിന്റെ ജാമ്യാപേക്ഷ രാഹുലിന്റെ അറസ്റ്റിന് തടസ്സമല്ല എന്നുള്ള ഒരു നിയമോപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാഹുൽ എവിടെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ബാക്കി നിലനിൽക്കുന്നത്. അതായത് അന്ന് മുഖ്യമന്ത്രിക്ക് എടുത്ത യുവതി പരാതിയുമായി എത്തി എന്നറിഞ്ഞതിന് ശേഷം രാഹുൽ ഇവിടെ നിന്നും പോയതാണ്. അന്ന് രാഹുലിന്റെ ഓഫീസൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഉൾപ്പെടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ 9 മണിയോടുകൂടി ഓഫീസ് സ്റ്റാഫുകൾ എത്തി രാഹുലിന്റെ MLA ഓഫീസ് തുറക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിന്റെ ഔദ്യോഗിക വാഹനം ഉൾപ്പെടെ ജില്ലയിൽ തന്നെ ഉണ്ട്. ഇന്ന് രാഹുലിന്റെ അസിസ്റ്റന്റും ഒപ്പം തന്നെ ഡ്രൈവറും ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കും രാഹുൽ എവിടെ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് പാലക്കാട് ജില്ല വിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. ഈ ജില്ല വിട്ടു പോയാൽ അത് കേസിന് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ഒരു നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ജില്ലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ഏതായാലും രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫായി തന്നെ നിൽക്കുകയാണ്. രാഹുലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നുള്ളതാണ് കരുതുന്നത്. പക്ഷേ കൂടുതൽ സ്ഥിരീകരണങ്ങളിലേക്കോ കൂടുതൽ വ്യക്തത തരുന്നതിലേക്കൊന്നും തന്നെ പോലീസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് കൂടുതൽ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ നടത്തേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ഏതായാലും ഉണ്ടാകും. ഏതായാലും രാഹുൽ ജില്ലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം ഉണ്ടാകുന്നവരെ ഏതു വിധേനയും അറസ്റ്റ് ഒഴിവാക്കാനുള്ള കിണഞ്ഞു പരിശ്രമത്തിലാണോ രാഹുലും? രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ ഒരു അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. രാഹുലുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ എവിടെയാണ് രാഹുൽ എന്നത് സംബന്ധിച്ച യാതൊരു തരത്തിലുമുള്ള വിവരങ്ങളുമില്ല. രാഹുലിനെ കണ്ടെത്താനായുള്ള യാതൊരു വിധത്തിലുമുള്ള ബന്ധങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രാഹുൽ ജില്ലയിലുണ്ട് എന്നുള്ളത് മാത്രമാണ് പോലീസിനെ സംബന്ധിച്ച വിവരമുള്ളത്. ഒരുപക്ഷേ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ രാവിലെ രാഹുലിന്റെ ഓഫീസിലേക്ക് ഓഫീസ് സ്റ്റാഫുകൾ എത്തിയിരുന്നു. ഒപ്പം തന്നെ രാഹുലിനൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന അസിസ്റ്റന്റായ ഫസൽ ഇന്ന് രാവിലെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. രാഹുലിന്റെ ഡ്രൈവറും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. രാഹുലിനെതിരെ ഈ പരാതി പോയതിനു ശേഷം ഇവരും ഈ ഭാഗത്തുകളിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഓഫീസിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷേ ഇന്നലെ ജാമ്യാപേക്ഷ നൽകിയതിനു ശേഷമാണ് ഇന്ന് രാവിലെ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ളവർ ഓഫീസിലേക്ക് തിരികെ എത്തിയത്. ഇനിയിപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക എന്ന് അറിയുന്നു. പക്ഷേ പോലീസിന് മുന്നിൽ ഈ അറസ്റ്റിന് യാതൊരു വിധത്തിലുമുള്ള തടസ്സങ്ങളില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലാണ് പോലീസ് ഉള്ളത്. ജില്ലയിൽ പല ഭാഗങ്ങളിലായി അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിന് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരം ജില്ല വിട്ടുപോയിട്ടില്ല. അത് ജില്ല വിട്ടുപോയാൽ അത് കേസിനെ പ്രതികൂലമായി രാഹുലിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ മറ്റ് ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും ഉൾപ്പെടെ പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം ഇത്തരത്തിലൊരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ടാണ് പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഇങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നത്.